ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഏഗർ ലേണിംഗ്. സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആംഗിൾസ് കോണ് കണ്ടുപിടിക്കാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഇന്ന് ആംഗിൾ എങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ മുഖേന എല്ലാ ആംഗിൾസും എങ്ങനെ പഠിക്കാമെന്ന്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതേപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഡിയർ സ്റ്റുഡൻസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്: ഇൻ ദ ഫിഗർ PQR and SR points on a circle. Find all angles of quadrilateral PQRS. ചിത്രത്തിൽ PQRS എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ചതുർഭുജം PQRSന്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഈ ചിത്രം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി, ഇവിടെ നമുക്ക് ഈ PQ എന്ന് പറയുന്ന ഒരു കോഡ് ഞാനുണ്ട്. ഈ ഞാൻ ഉണ്ടാക്കുന്ന S എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന സർക്കിളിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 55 ഡിഗ്രി. ഇത് അങ്ങനെയാണെങ്കിൽ ഈ സെയിം ഞാൻ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? അതും 55 ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. സോ ഇയാൾ എത്ര കിട്ടി? 55 ഡിഗ്രി. സെറ്റ്. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനെ ആളെ കാണാൻ പറ്റും. ഈ SR എന്ന് പറയുന്ന കോഡ് ഞാൻ ഇതാ ഇങ്ങനൊരു ആംഗിൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. എത്രയാണ്? 35 ആണ്. അങ്ങനെയാണെങ്കിൽ SR എന്ന് പറയുന്ന സെയിം കോഡ് P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും? അതും 35 ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. സോ അത് 35 വന്നു. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഇനി നമുക്കിതാ ഇവിടെ ഈ SP എന്ന് പറയുന്ന ഈ കോഡ് ഇവിടെ ഒരു ആംഗിൾ 40 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? അതും 40 ആയിരിക്കും. സെയിം കോഡല്ലേ, സെയിം ഞാനായതുകൊണ്ട് ഇതും 40. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാൾക്കാരും വിട്ടാണ്ട് അത് കണ്ടുപിടിക്കാൻ എന്താ ഈ ആംഗിൾ, ഈ RQ എന്ന് പറയുന്ന ഈ കോഡ് ഉണ്ടാക്കുന്ന രണ്ട് കോണുകളുണ്ട്. ഇത് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന കാര്യമാണ്, സൈക്ലിക് കോർഡിലേറ്റർ ആണ്. ചക്രീയ ചതുർഭുജമാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. വിച്ച് മീൻസ് ഇത് മൂന്ന്, ഈ കാണുന്ന ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 കിട്ടണം. സോ ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ 40 + 35 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 75 കിട്ടി. 75 പ്ലസ് ഈ ആംഗിളും കൂടി ആഡ് ചെയ്തപ്പോൾ 55 ആഡ് ചെയ്താൽ ഈക്വൽ ടു 130 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയാലാണ് 180 ആവുക? ഈ വാല്യൂ ടോട്ടൽ 180 ആവുക. 130 + 50 അല്ലേ 180 എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഈ ആംഗിൾ എത്ര വരണം? 50 വരണം. സോ ആ ആംഗിൾ എത്രയായിട്ട് മാറുന്നു? 50 ഡിഗ്രി ആയിട്ട് മാറുന്നു. അത് 50 ആണെങ്കിൽ ഇയാളും എന്താണ് 50 ആവുക? കാരണം എന്താണ്? നമ്മുടെ ഈ RQ എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാ ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് എന്താക്കാം? നമ്മളോട് പറഞ്ഞ ചക്രീയ ചതുർഭുജത്തിൻ്റെ അല്ലെങ്കിൽ PQRSന്റെ എല്ലാ കോണുകളും എഴുതി വെക്കാം. നമ്മൾ കോണുകൾ നോക്കിയപ്പോൾ ആംഗിൾ P എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കാണുന്നതാണ് ആംഗിൾ P. 35 + 50 എന്ന് പറഞ്ഞാൽ എന്താ? അത് 85 ആണ്. സോ 85 ഡിഗ്രി. ഇനി അതേപോലെ നെക്സ്റ്റ് എന്താണ്? ആംഗിൾ Q ആണ്. ആംഗിൾ Q എന്ന് പറഞ്ഞാൽ എന്താണ്? 40 + 35 ആണ്. എന്തായിട്ട് മാറുന്നു? 75 ഡിഗ്രി. സെറ്റ്, അടിപൊളി. ഇനി എന്താ ഉള്ളത്? ആംഗിൾ R. ആംഗിൾ R എന്ന് പറഞ്ഞാൽ എന്താണ്? 40 + 55 വിച്ച് മീൻസ് 95 ഡിഗ്രി. ഇനി എന്താ വരുന്നത്? ആംഗിൾ S അല്ല. ആംഗിൾ S എന്ന് പറഞ്ഞാൽ 55 + 50 എന്തായിട്ട് മാറുന്നു? 105 ഡിഗ്രി ആയിട്ട് മാറുന്നു. 105 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 4 ആംഗിളുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഈ ആംഗിളും ആഡ് ചെയ്ത് എന്ത് കിട്ടണം? 180 കിട്ടണം. സോ S + Q എന്ന് പറഞ്ഞാൽ 105 + 75 എന്ന് പറഞ്ഞാൽ എന്താ? 180 ആണ്. അതേപോലെ 95 + 85 എന്നാണ്, അതും 180 ആണ്. അപ്പോൾ അത് കറക്റ്റാണ് കണ്ടുപിടിച്ചതും. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ ആംഗിൾ കോണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതേപോലെ നമുക്ക് എന്താക്കാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ OAB ഈസ് എൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. എടാ ശ്രദ്ധിക്കണേ, ഇക്വിലേറ്ററൽ സമഭുജ ത്രികോണമാണെന്ന് തന്നിട്ടുണ്ട്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഇല്ലേ, ഞാൻ പറഞ്ഞു കേട്ടോ. ഈ OAB എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എന്താണ്? സമഭുജ ത്രികോണമാണ്, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOB എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും എന്നാണ്. എടാ ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണെങ്കിൽ ഒരു ആംഗിൾ എത്ര വരിക നമുക്കറിയാം. എത്ര വരിക ഈ ആംഗിൾ? അത് 60 ഡിഗ്രി ആയിരിക്കില്ലേ? ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണെങ്കിൽ എല്ലാ ആംഗിളുകളും 60 ഡിഗ്രി ആണ്. നമ്മൾ പഠിച്ചതാണ്. വിച്ച് മീൻസ് A ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് മാറി. ആംഗിൾ AOB = 60 ഡിഗ്രി. സോ സിമ്പിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ APB എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര വരും? എടാ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ AB എന്ന് പറയുന്ന ഈ കോഡ് ഞാൻ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ സെയിം കോഡ് സർക്കിളിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. വിച്ച് മീൻസ് 30 ഡിഗ്രി ആയിട്ട് മാറുന്നു ആംഗിൾ APB. ബി ക്വസ്റ്റ്യനും എന്ത് സിമ്പിൾ അല്ലേ? ആംഗിൾ APB = 30 ഡിഗ്രി. അടിപൊളി. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AQBന്റെ വാല്യൂ ഇതാ ഇയാളുടെ വാല്യൂ ആണ് ചോദിച്ചത്. എടാ നമ്മൾ പഠിച്ചതാണോ? ഇതൊരു സൈക്ലിക് APBQ എന്ന് പറഞ്ഞാൽ സൈക്ലിക് കോർഡിലേറ്റർ ആണ്. ഇത് 30 ഡിഗ്രി അല്ലേ? യെസ്, ഇയാൾ 30 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും
ഈ ആംഗിളും ആഡ് ചെയ്താൽ എത്ര വരണം? 180 വരണം. സോ ഇത് 30 ആണെങ്കിൽ ഈ AQB എന്ന് പറയുന്ന ആംഗിൾ എന്തായിട്ട് മാറുന്നു? 150 ആയിട്ട് മാറണം, എന്നാലേ പറ്റുള്ളൂ. സോ സി ക്വസ്റ്റ്യനും കിട്ടി മക്കളെ. എന്താണ് സി ക്വസ്റ്റ്യൻ? കളർ മാറ്റട്ടെ. സി ക്വസ്റ്റ്യൻ ആംഗിൾ AQB ഇസ് ഈക്വൽ ടു 150 ഡിഗ്രി. വളരെ സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. മലയാളം മീഡിയം 2 ക്വസ്റ്റ്യൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു, ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. O ഒരു സെന്റർ ആണ് സർക്കിളിന്റെ. ABC ആർ പോയിന്റ്സ് ഓൺ ഇറ്റ്. എയും ബിയും സിയും എന്താണ്? സർക്കിളിന്റെ പോയിന്റ്സ് ആണ്. ആംഗിൾ OAC ഇസ് ഈക്വൽ ടു, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. അതേപോലെ AB-യും BC-യും 8 സെന്റിമീറ്റർ ആണെന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇനി ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ OCA? OCAൻ്റെ അളവ്, ഈ OCA എന്ന് പറയുന്ന ഈ ആംഗിളിൻ്റെ അളവ് എന്താണെന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആലോചിക്കേണ്ടത്, ഈ OAയും OCയും നമ്മുടെ സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ്, ആരമാണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് സെയിം അല്ലേ? ഈ സൈഡും ഈ സൈഡും 2 വശങ്ങളും തുല്യമാണ്. 2 വശങ്ങളും എന്താണ്? തുല്യമാണ്. വിച്ച് മീൻസ് 2 വശം തുല്യമായാൽ ആ ട്രയാങ്കിൾ എന്തായിട്ട് മാറും? ഐസോസിൽ ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമായിട്ട് മാറുന്നു. സമപാർശ്വ ത്രികോണമാണെങ്കിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ 30 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? അതും 30 ആയിരിക്കും വരിക. സോ ഇത് 30 ഡിഗ്രി എന്ന് കിട്ടി. സോ സിമ്പിൾ അല്ലേ? അപ്പോൾ OCA എന്ന് പറയുന്ന ആംഗിൾ എന്ത് കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. എ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ. എ ക്വസ്റ്റ്യൻ ആംഗിൾ OCA ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ ABC ആണ് ചോദിക്കുന്നത്. ആംഗിൾ ABC വളരെ സിമ്പിളാണ്. ഇത് 30, ഇത് 30. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരാം? ഈ ആംഗിൾ എത്ര വരും? നിങ്ങൾ തന്നെ പറഞ്ഞോ. 30 60 ആയിട്ട് മാറി. ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എത്രയാണ്? 180 ആണ്. 180 ആവണമെങ്കിൽ ഈ ആംഗിൾ 120 ആയിരിക്കണം. ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾ ABC എത്ര ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. വിച്ച് മീൻസ് ആംഗിൾ ABC ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തേണ്ടത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നു, ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ആംഗിൾ OCB ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ആംഗിൾ OCB എന്താണ്? 40 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ CBO എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആംഗിൾ CBO എന്ന് പറഞ്ഞാൽ ഇതാണ് CBO. എഗെയിൻ ഈ കാണുന്ന ട്രയാങ്കിൾ OCB എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോസിലസ് ആണ്, സമപാർശ്വ ത്രികോണമാണ്. വിച്ച് മീൻസ് ഇതും സെയിം ആണ്. ഈ 2 വശങ്ങളും തുല്യമാണ്, റേഡിയസ് അല്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിട്ട് മാറുന്നു? 40 ഡിഗ്രി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് മാറി 40 ഡിഗ്രി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആംഗിൾ BOC. ഈ ആംഗിൾ BOC എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ ആലോചിച്ചാൽ മതി. ഇതും ആഡ് ചെയ്താൽ 80 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരണം? 100 ഡിഗ്രി വരണം. അയാൾ 100 വന്നാൽ എന്താവുകയുള്ളൂ? അത് 180 ഡിഗ്രി ആവുള്ളൂ. സോ ഇത് 100 ഡിഗ്രിയാണ്. അപ്പോൾ 100 ഡിഗ്രി. ഓക്കെ. ഇനി ആംഗിൾ BAC. ഇത് BAC എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്? ഇതാണ് BAC എന്ന് പറഞ്ഞാൽ. ഇത് 100 ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും ഈ ആംഗിൾ. വിച്ച് മീൻസ് എത്ര വന്നു? 50 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് വൺ ആംഗിൾ BDC എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ആഡ് ചെയ്ത് എത്ര കിട്ടണം? അത് 180 കിട്ടണം. ഇത് 50 ആയതുകൊണ്ട് ആംഗിൾ BDC എന്ന് പറഞ്ഞാൽ 130 ഡിഗ്രി ആയിട്ട് മാറും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പീഡ് പറഞ്ഞു പോയത്. സെറ്റാക്കി കൃത്യമായിട്ട് എന്താക്കുക? മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, ഇൻ ദ ഫിഗർ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ആംഗിൾ PBC ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഈ ആംഗിൾ 75 ആണ്. ആംഗിൾ BAD ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ ABC. ABC കണ്ടുപിടിക്കണം. ABC എന്ന് പറഞ്ഞാൽ ഇത് 75 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വരിക? ലീനിയർ പെയർ ആണ്. വിച്ച് മീൻസ് എത്ര വരണം? 105 വരണം. എന്നാലേ 180 ഡിഗ്രി ആയിട്ട് മാറുകയുള്ളൂ. വിച്ച് മീൻസ് ഈ ആംഗിൾ 105 ഡിഗ്രിയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി ABC ഈസ് ഈക്വൽ ടു 105 ഡിഗ്രി. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ആംഗിൾ BCD ആണ്. BCD എവിടെയാണ്? ഇതാണ് BCD എന്ന് പറയുന്ന ആംഗിൾ. നമ്മൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓപ്പോസിറ്റ് ആംഗിൾസിന് സംബന്ധമായിരിക്കണം, 180 ആയിരിക്കണം. ഇത് 70 ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര വരണം? അത് 110 ഡിഗ്രി ആയാലേ 180 ആയിട്ട് മാറുകയുള്ളൂ. വിച്ച് മീൻസ് ഈ ആംഗിൾ 110 ഡിഗ്രി. ആംഗിൾ BCD ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. ഓക്കെ. ഇനി അടുത്തെന്താണ്? ആംഗിൾ ADC ആണ് ചോദിക്കുന്നത്. ADC എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ ADC എന്ന് പറഞ്ഞാൽ. മക്കളെ നമുക്കറിയാം, എഗെയിൻ ഓപ്പോസിറ്റ് ആംഗിൾസ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 75 ആയതുകൊണ്ട് ഇയാളും എന്തായിരിക്കും? 75 ആയിരിക്കും വരിക. സോ ആംഗിൾ ADC ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി. ഓക്കെ, അതും കിട്ടി. ഇനി ലാസ്റ്റ് വന്നതാണ് ആംഗിൾ ADQ ആണ്. ADQ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കാണുന്ന
ഇതും ഈക്വൽ ആണെന്ന പോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. സോ ഇത് 105 ആയതുകൊണ്ട് ഈ ആംഗിളും എന്തായിരിക്കും 105 ഡിഗ്രിയാണ് വരിക. അതും ADQ എന്ന് പറഞ്ഞാൽ 105 ഡിഗ്രി എന്ന് കിട്ടി. ഇങ്ങനെയാണ് ഈ 4 ആംഗിൾസ് കണ്ടെത്തേണ്ടത്. സോ ആംഗിൾസ് കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറ്റാവുന്ന ആംഗിൾസ് ഒക്കെ മനസ്സിലാക്കി എന്താക്കുക ആൻസർ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് ആംഗിൾ കണ്ടെത്താം. അതേപോലെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ആംഗിൾ കണ്ടെത്താൻ വേണ്ടി കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താക്കുക സർക്കിൾസിൽ പഠിച്ചു വെക്കുക. പിന്നെ കൺസ്ട്രക്ഷൻ എന്തായാലും നിങ്ങൾ പഠിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിൽ പറയാനുള്ളൂ. ട്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നീട്. കൃത്യമായിട്ട് എന്താക്കുക ആംഗിൾ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ പഠിച്ച് സെറ്റാക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. ബൈ.